റാൻഡം വേരിയബിൾ എന്താണ്, ദെൻ റാൻഡം വേരിയബിൾ ഉപയോഗിച്ച് നമുക്ക് എങ്ങനെ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻസ് കണ്ടുപിടിക്കാം, അല്ലെങ്കിൽ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻസ് എങ്ങനെ ഡിഫൈൻ ചെയ്യാം, അതാണ് ഇനി പഠിക്കാനുള്ളത്. റാൻഡം വേരിയബിൾ എന്താണെന്ന് ഓൾറെഡി പഠിച്ചിട്ടുണ്ടാവും. ചരങ്ങൾ. സപ്പോസ് നമുക്ക് അറിയാത്ത ഒരു അൺനോൺ വാല്യൂ ലൈക്ക് എക്സ് ഓർ വൈ ഓർ സെഡ് ഓർ സ്മോൾ എ ഓർ ബി, ഇതിനെയൊക്കെ കോമൺ ആയിട്ട് വിളിക്കുന്ന പേരാണ് എന്ത്, വേരിയബിൾ എന്ന് പറയുന്നത്. അപ്പോ സപ്പോസ് എക്സ് ഇസ് ഈക്വൽ ടു 5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സിന്റെ വാല്യൂ 5 ആണ്. ഓർ എക്സ് ഈക്വൽ ടു 7 എന്ന് പറഞ്ഞാൽ ആ എക്സിന് എടുക്കുന്ന വാല്യൂ 7 എന്നാണ് അർത്ഥം. അപ്പൊ നമുക്ക് എപ്പോഴെങ്കിലും അറിയാത്ത ഒരു വാല്യൂ നമുക്ക് അറിയില്ല, അതിനെ കണക്ട് ചെയ്തുകൊണ്ട് കുറെ സിറ്റുവേഷൻസ് പറഞ്ഞിട്ട് നമുക്ക് ആ എക്സ് കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആ പറയുന്ന അൺനോൺ വാല്യൂസിനൊക്കെ നമ്മൾ എക്സ് എന്ന് കൊടുത്തൊരു കണക്ഷൻ ഉണ്ടാക്കി എടുത്തിട്ട് നമ്മൾ അത് സോൾവ് ചെയ്യും. ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ ചെറിയ ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും, അച്ഛന്റെ വയസ്സിന്റെ 3/1 മകന്റെ വയസ്സ്, മകന്റെ വയസ്സിന്റെ 4 ഇരട്ടിയാണ് അമ്മയുടെ വയസ്സ് എങ്കിൽ അച്ഛന്റെ അമ്മയുടെയും മകന്റെയും വയസ്സ് കാണുക എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പ്രോബ്ലംസ് കാണുമ്പോൾ നമ്മൾ ആദ്യം ചെയ്യും, മകന്റെ വയസ്സ് അല്ലെങ്കിൽ അച്ഛന്റെ വയസ്സ് എക്സ് എടുക്കും. ദെൻ അച്ഛന്റെ വയസ്സിന്റെ 3/1 എന്ന് പറഞ്ഞാൽ അച്ഛന്റെ വയസ്സ് എക്സ് ആണെങ്കിൽ x/3 ആയിരിക്കും മകന്റെ വയസ്സ്. ഇതിന്റെ 4 ഇരട്ടി ആയിരിക്കും അമ്മയുടെ വയസ്സ് എന്ന് പറഞ്ഞാലോ x/3 × 4 ആയിരിക്കും. അപ്പൊ അങ്ങനെ കണക്ഷൻസ് ഉണ്ടാക്കി പിന്നെ നമ്മൾ അതിനകത്ത് കോമൺ ആയിട്ട് എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യാം, സോൾവ് ചെയ്തിട്ട് എക്സ് കൂടാതെ ഇങ്ങനെ തന്നു അച്ഛന്റെയും മകന്റെയും അമ്മയുടെയും വയസ്സ് കൂടെ കൂട്ടുമ്പോൾ 70 കിട്ടുന്നു എന്നൊക്കെ തന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, അത് സോൾവ് ചെയ്തിട്ട് നമുക്ക് ആ ഏജുകൾ കണ്ടുപിടിക്കാൻ പറ്റും. അതേമാതിരി വേരിയബിൾ എന്ന് പറയുന്നത് സപ്പോസ് എക്സ് ആണ്, ആ എക്സിനെ റാൻഡം വേരിയബിൾ എന്ന് പറയുമ്പോൾ എക്സിന് നമുക്കൊരു പർട്ടിക്കുലർ വാല്യൂ അല്ല എടുക്കാൻ പറ്റുക, 1 എന്നല്ല, ചിലപ്പോ 1, 2, 3, 4, 5 എക്സിട്ര. അല്ലെങ്കിൽ എക്സ് ഇസ് ഈക്വൽ ടു, അല്ലെങ്കിൽ അനദർ വേരിയബിൾ വൈ ഇസ് ഈക്വൽ ടു 0, 12, 17, 93 അങ്ങനെ 4 വാല്യൂസ് തന്നു. അപ്പൊ ഇവിടെ എക്സിന് എനിക്ക് 1 എടുക്കാം, അതല്ലെങ്കിൽ 2 കൊടുക്കാം, അല്ലെങ്കിൽ 3, അതല്ലെങ്കിൽ 4, 5 എക്സിട്ര, അല്ലെങ്കിൽ 5 വരെ ഞാൻ പറഞ്ഞു നിർത്തുന്നു. അപ്പൊ അതായത് ഒരു നമ്പർ ലൈനിൽ 1, 2, 3, 4, 5 ഈ വാല്യൂസ് ഉണ്ടെങ്കിൽ എക്സിന് എനിക്ക് ഒന്നെങ്കിൽ 1 കൊടുക്കാം, അല്ലെങ്കിൽ ഈ പോയിന്റ് എടുക്കാം, ഈ പോയിന്റ് എടുക്കാം, ഈ പോയിന്റ് എടുക്കാം, ഈ പോയിന്റ് എടുക്കാം. ഇതിന്റെ ഇടയിൽ 1നും 2നും ഇടയിൽ ഒരുപാട് പോയിന്റ്സ് ഉണ്ട്, അത് നമ്മൾ എടുക്കുന്നില്ല. എക്സിന് ഐദർ 1 or 2 or 3 അതോ 5 or 4 or 5, 6 അങ്ങനെ എടുക്കുക. അപ്പൊ ഇങ്ങനെ എക്സിന് വാല്യൂസ് എടുക്കുമ്പോഴാണ് ഇതിന് നമ്മൾ എന്തെന്ന് പറയാ, ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിൾ, DRV. അവിടെ എന്താണ്, വേരിയബിൾ ആണ് എക്സ്, ഡിസ്ക്രീറ്റ് ആണ്, എക്സിന് ഓരോരോ പോയിന്റ് വാല്യൂസ് ആണ്, റാൻഡം ആയിട്ട് ഇതിൽ ഏതും മാറി മാറി എക്സിന് വരാം, അതുകൊണ്ടാണ് അതിനെ ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിൾ എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിൾ ഉപയോഗിച്ച് സപ്പോസ് ജനറലി എക്സ് ഇസ് ഈക്വൽ ടു x1 ഓർ x2 ഓർ എക്സിട്ര xn എന്ന് പറഞ്ഞാല് എക്സിന് ഒന്നെങ്കിൽ x1 കൊടുക്കാം, അതല്ലെങ്കിൽ x2 എന്ന് പറയുന്ന പോയിന്റ്, അതല്ലെങ്കിൽ xn എന്ന് പറയുന്ന പോയിന്റ് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് അതിനെ ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിൾ എന്ന് പറയുന്നത്. അങ്ങനെയുള്ള റാൻഡം വേരിയബിൾ എക്സ് ഉപയോഗിച്ച് ഫോം ചെയ്യുന്ന ഫംഗ്ഷൻ p of x which is equal to small xi. xi എന്ന് പറയുന്നത് ഇതിലെ ഏത് വാല്യൂസ് വേണമെങ്കിലും ആവാം. therefore probability of random variable x is equal to xi is equal to, അതിന് എന്താണ്, p of x എന്ന് പറയുന്നത് ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിൾ ആയിട്ട് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അതിന്റെ ഡെഫിനിഷനും റാൻഡം ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിൾ എന്താണെന്നൊക്കെ ഉള്ളത് കൃത്യമായിട്ട് ഡെഫിനിഷൻ പോലെ തന്നെ പഠിക്കണം. അതിന്റെ നോട്ട് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്തിട്ടുണ്ട്. ഇനി അതേപോലെ കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾ എന്ന് പറഞ്ഞാല് എക്സ് എന്ന് പറയുന്ന റാൻഡം വേരിയബിളിന് ഒരു റേഞ്ച് പറയാണ്, a less than or equal to x less than or equal to b. അതായത് ഒരു നമ്പർ ലൈനിൽ a, b അല്ലെങ്കിൽ 1, 2 1 less than or equal to x less than or equal to 2 എന്നുണ്ടെങ്കിൽ ഈ 1ഉം 2ഉം എന്നുള്ള പോയിന്റിന്റെ ഇടയിലുള്ള ഏതൊരു പോയിന്റ്സ് നമുക്ക് എന്തിനെടുക്കാം, എക്സിന്റെ വാല്യൂ ആയിട്ട് എടുക്കാം.
അപ്പൊ ഇതിലെ എല്ലാ പോയിന്റ്സും 1 കഴിഞ്ഞാല് പിന്നെ 2 എന്നല്ല അതിനർത്ഥം. 1 തുടങ്ങി കണ്ടിന്യൂസ്ലി 2 വരെയുള്ള എല്ലാ പോയിന്റ്സും നമുക്കിപ്പോ 1 കഴിഞ്ഞാലുള്ള പോയിന്റ് ആണ് ഇത് 1.01. 1.001 എന്ന് പറയുന്ന വേറൊരു പോയിന്റ് ഉണ്ട്. 1.002, 1.0004, 1.0000001. അതൊക്കെ ഈ നമ്പർ ലൈനകത്ത് വരുന്ന ഓരോ മൈന്യൂട്ട് പോയിന്റ്സ് ആയിരിക്കും. അതായത് 1.9, 1.9998, 1.97, 1.57, 1.63. ഇതൊക്കെ എന്തിലാണ് ഇതിന്റെ ഉള്ളിൽ വരുന്ന എല്ലാ പോയിന്റ്സും നമുക്ക് എക്സിന് എടുക്കാൻ പറ്റും. അപ്പൊ അതുകൊണ്ടാണ് അതിനെ കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾ എന്ന് പറയുന്നത് സപ്പോസ് എ കോമ ബി എന്ന് പറയുന്ന 2 പോയിന്റ്സ് ആണെങ്കിൽ നമ്മളവിടെ ടോട്ടൽ പ്രോബബിലിറ്റി ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിൾ പറയുമ്പോൾ നമ്മളവിടെ എന്താ പറയാ, സമ്മേഷൻ ഓവർ എക്സ് ഇൻറ്റു പി ഓഫ് എക്സ് ഐ ഇസ് ഈക്വൽ ടു 1 എന്ന് പറയും. കാരണം എല്ലാ എക്സുകളും എക്സ് ഈക്വൽ ടു 0 എന്ന് പറയുന്ന പോയിന്റ് ഉണ്ടെങ്കിൽ ആ പോയിന്റ്, എക്സ് ഇസ് ഈക്വൽ ടു 1 എന്ന് പറയുന്ന പോയിന്റ് ഉണ്ടെങ്കിൽ ആ പോയിന്റ്, അപ്പൊ എല്ലാ പോയിന്റുകളിലെയും ഫോർ എക്സാമ്പിൾ ഞാൻ എക്സ് ഇസ് ഈക്വൽ ടു 0, 1, 2, 3, 4, 5 എന്ന് എടുത്തു, ഒരു പ്രോബബിലിറ്റി ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തു. അങ്ങനെയാണെങ്കിൽ ഈ ഫംഗ്ഷന്റെ റേഞ്ച് എക്സിന് എടുക്കാവുന്ന വാല്യൂസ് ഇതാണെങ്കിൽ സമ്മേഷൻ ഓവർ എക്സ് ഇസ് ഈക്വൽ ടു 0 to 5 p ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 1 ആയിരിക്കും. അതായത് പ്രോബബിലിറ്റി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 0 പ്ലസ് പ്രോബബിലിറ്റി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 1 പ്ലസ് പ്രോബബിലിറ്റി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 2 പ്ലസ് എക്സെട്ര പ്ലസ് പ്രോബബിലിറ്റി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 5. ഓരോ പോയിന്റ് പ്രോബബിലിറ്റീസ് കൂട്ടുമ്പോൾ എന്ത് കിട്ടും, 1 കിട്ടും. മാത്രല്ല ഓരോന്നിന്റെയും പ്രോബബിലിറ്റി ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് ഐ എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആയിരിക്കും, പോസിറ്റീവ് ആയിരിക്കും, നെഗറ്റീവ് ആവില്ല, കാരണം പ്രോബബിലിറ്റി ആയതുകൊണ്ട്. അത് ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിളിന്റെ കേസിൽ. ഇതേപോലെ കണ്ടിന്യൂസ് റാൻഡം വേരിയബിളിന്റെ കേസിൽ നമുക്ക് സമേഷൻ എന്നുള്ള ഓപ്പറേഷൻ അല്ല പറയുന്നത്. ഇതാണ് എന്റെ ഇന്റർവെൽ, എക്കും ബിക്കും ഇടയിലാണ്. എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എ ആൻഡ് ബി ആണെങ്കിൽ ഇതാണ് എന്റെ ഫംഗ്ഷൻ എങ്കിൽ, ഇതാണ് എന്റെ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് എങ്കിൽ, എക്സ് എന്ന് പറയുന്ന റാൻഡം വേരിയബിൾ ഉപയോഗിച്ച് എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾ ഉപയോഗിച്ച് ഞാൻ എഫ് ഓഫ് എക്സ്, അവിടെ ഞാൻ പി ഓഫ് എക്സ് എന്നാണ് പറഞ്ഞത്, ഇവിടെ നമ്മൾ എഫ് ഓഫ് എക്സ് എന്നാണ് പറയുന്നത്. എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുകയാണെങ്കിൽ ആ ഫംഗ്ഷന്റെ ടോട്ടൽ പ്രോബബിലിറ്റി ഓർ ടോട്ടൽ ഏരിയ അണ്ടർ ദ കർവ്, കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾ ആണ് നമ്മൾ അതിന്റെ ഏരിയ എന്നുള്ള കൺസെപ്റ്റ് ആണ്. അപ്പോ ഇതൊക്കെ ചിലർക്ക് പുതിയ ടേമുകളായിരിക്കും കേൾക്കുന്നുണ്ടാവുക. ഇന്റഗ്രേഷൻ ഒക്കെയാണ്, നമുക്ക് ഇന്റഗ്രേറ്റ് ചെയ്യാനൊന്നുമില്ല. കൺസെപ്റ്റ് ഇത്രയേ ഉള്ളൂ. എക്കും ബിക്കും ഇടയിലുള്ള കണ്ടിന്യൂസ് റാൻഡം വേരിയബിളിന്റെ പ്രോബബിലിറ്റി എന്ന് പറയുന്നത് ഇന്റഗ്രൽ എ ടു ബി എഫ് ഓഫ് എക്സ് ഡി എക്സ് ആയിരിക്കും, വിച്ച് ഈസ് ഈക്വൽ ടു എന്തായിരിക്കും, കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾ ആണെങ്കിൽ അതിന്റെ ടോട്ടൽ റേഞ്ചിൽ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ 1 കിട്ടും. ഇനി എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ഇപ്പോഴും എന്തായിരിക്കും, ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കും. ഇത് ഒന്നാമത്തെ പ്രോപ്പർട്ടി, രണ്ടാമത്തെ പ്രോപ്പർട്ടി. അപ്പൊ ശരിക്ക് ഏരിയ അണ്ടർ ദ കർവ് എന്നാണ് അത് പറയും, മാത്തമാറ്റിക്കലി ഡിഫൈൻ ചെയ്യുക. കാരണം കണ്ടിന്യൂസ് റാൻഡം വേരിയബിളിന്റെ പ്രോബബിലിറ്റി എന്ന് പറയുന്നത് നമുക്ക് സം ചെയ്ത് കിട്ടില്ല. ആദ്യം നമ്മൾ ഉപയോഗിക്കുന്ന ടോട്ടൽ ഏരിയ കണ്ടുപിടിക്കാൻ ഉപയോഗിക്കുന്ന ഒരു ടൂളാണ് ഇന്റഗ്രേഷൻ എന്ന് പറയുന്നത്. നമുക്കിവിടെ എന്താണ് എന്നുള്ളത് മാത്രമേ പഠിക്കാനുള്ളൂ. ഇന്റഗ്രേറ്റ് ചെയ്യാനോ അതിന്റെ ഫർദർ സ്റ്റെപ്പുകളോ ഒന്നും തന്നെ നമുക്ക് ആവശ്യമായിട്ട് വരുന്നില്ല. അപ്പൊ കൺസെപ്റ്റ് നോക്കുക. ഓക്കെ, ഇപ്പൊ ഏരിയ അണ്ടർ ദ കർവ് അല്ലെങ്കിൽ ടോട്ടൽ ഏരിയ എന്ന് പറയുന്നത് ഇന്റഗ്രൽ എ ടു ബി എഫ് ഓഫ് എക്സ് ഡി എക്സ് ആയിരിക്കും. ഇനി റാൻഡം വേരിയബിൾ കണ്ടിന്യൂസ് ആണെങ്കിലും ഡിസ്ക്രീറ്റ് ആണെങ്കിലും, ഇപ്പൊ എക്സ് എന്ന് പറയുന്നത് കണ്ടിന്യൂസ് ഓർ ഡിസ്ക്രീറ്റ് ആണെങ്കിലും നമുക്ക് ഇതിന്റെ രണ്ടിന്റെയും ഡെൻസിറ്റി ഫംഗ്ഷൻ എന്ന് പറയുന്ന അടുത്ത കൺസെപ്റ്റ് ഉണ്ട്. പ്രോബബിലിറ്റി ഡെൻസിറ്റി അല്ല, പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ. പ്രോബബിലിറ്റി ആദ്യം നമ്മൾ പറഞ്ഞു ഡിസ്ക്രീറ്റ് എക്സ് ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിൾ ആണെങ്കിൽ പ്രോബബിലിറ്റി മാസ്
ഫംഗ്ഷൻ എന്നും എക്സ് കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾ ആണെങ്കിൽ പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ ആണെന്നും. ഇനി ഈ രണ്ട് ഫംഗ്ഷനെയും നമുക്ക് ഒന്നിച്ച് എങ്ങനെ പറയാം? രണ്ട് ഫംഗ്ഷനും പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ, പ്രോബബിലിറ്റി ശ്രദ്ധിക്കുക, ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിൾ ആണെങ്കിലും കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾ ആണെങ്കിലും നമുക്ക് ആ രണ്ട് റാൻഡം വേരിയബിൾസിന് എന്തുണ്ട്? പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ ഉണ്ട്, അല്ലെങ്കിൽ ക്യൂമുലേറ്റീവ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ, CDF എന്നും പറയും. ക്യൂമുലേറ്റീവ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ, ക്യൂമുലേറ്റീവ് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ എന്ന് പറയും. അതായത് നമ്മൾ പറഞ്ഞു ഡിസ്ക്രീറ്റ് കേസ് ആണെങ്കിൽ x is equal to 0, 1, 2, 3, 4, 5 വരെ എക്സിന് എടുക്കാന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്ന p of x എന്തായിരിക്കും? p of x is equal to small x എന്നാണ് നമ്മൾ അതിന്റെ PMF നെ പറഞ്ഞത്. ഇനി ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ എന്താന്ന് വെച്ചാൽ പ്രോബബിലിറ്റി ഓഫ് x ലെസ് ദാൻ ഓർ ഈക്വൽ ടു സ്മോൾ x ആണ് നമ്മൾ ഡിഫൈൻ ചെയ്യുക. ശ്രദ്ധിക്കുക, പ്രോബബിലിറ്റി ഓഫ് x ലെസ് ദാൻ ഓർ ഈക്വൽ ടു സ്മോൾ x. അതായത് സപ്പോസ് ഞാൻ x is equal to ഈ സ്മോൾ x ഇവിടെ എഴുതാണ്, ശ്രദ്ധിക്കുക, പ്രോബബിലിറ്റി ഓഫ് x ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3 എന്ന് ഞാൻ എടുത്തിട്ടുണ്ടെങ്കിൽ ആ എഴുതുന്നത് എന്താ? CDF ആണ്, അല്ലെങ്കിൽ ക്യാപിറ്റൽ F of x എന്നാണ് നമ്മൾ ഇതിനെ ഡിനോട്ട് ചെയ്യുക കേട്ടോ. ഇത് രണ്ടും നമ്മൾ മറ്റേ സ്മോൾ f of x അല്ലെങ്കിൽ p of x എന്നാണ് നമ്മൾ PMF നെയും PDF നെയും ഡിനോട്ട് ചെയ്ത് ക്യാപിറ്റൽ F of x അല്ലെങ്കിൽ ക്യാപിറ്റൽ Fx of x is equal to probability of x less than or equal to 3 എന്ന് പറഞ്ഞാൽ probability of x is equal to 0 plus probability of x is equal to 1 plus probability of x is equal to 2 plus probability of x is equal to 3. അതായത് ആ 3 എന്ന് പറയുന്ന പോയിന്റ് വരെ ഉള്ള എല്ലാ പ്രോബബിലിറ്റീസിന്റെ ക്യൂമുലേറ്റീവ് സം ആയിരിക്കും നമ്മൾ അവിടെ എടുക്കുക. മനസ്സിലായോ? പ്രോബബിലിറ്റി ഓഫ് x ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3 എന്ന് പറയുന്നത് ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിളിന്റെ അല്ലെങ്കിൽ ഡിസ്ക്രീറ്റ് പ്രോബബിലിറ്റി മാസ് ഫംഗ്ഷന്റെ ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷനെയാണ് ഡിനോട്ട് ചെയ്യുന്നത് ക്യാപിറ്റൽ Fx which is equal to ഇങ്ങനെയാണ് എഴുതുന്നത്. ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3 ആണെങ്കിൽ എന്ത് വരും? 3 വരെ പോയി. ഇത് 2 ആണെന്നുണ്ടെങ്കിലോ ഇത് മതി. ഇനി x ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 ആണെന്നുണ്ടെങ്കിൽ എന്താ വേണ്ടേ? ഇതിന്റെ രണ്ടിന്റെ പ്രോബബിലിറ്റീസിന്റെ സം ആയിരിക്കും നമുക്ക് അവിടെ ഫംഗ്ഷൻ ആയിട്ട് കിട്ടുക. ഓക്കെ, അപ്പൊ ക്യൂമുലേറ്റീവ് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ ഓർ ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു പർട്ടിക്കുലർ പോയിന്റ് വരെയുള്ള ആ പോയിന്റ് അപ് ടു ദാറ്റ് പോയിന്റ് വരെയുള്ള പ്രോബബിലിറ്റീസിന്റെ സം ആയിരിക്കും നമ്മൾ പറയുന്നത്. അപ്പൊ അത് ഡിസ്ക്രീറ്റ് കേസിലായതുകൊണ്ട് സം വന്നു. കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾ ആണെങ്കിൽ എന്ത് വരും? പ്രോബബിലിറ്റി ഓഫ് എക്സ്. ഇപ്പോ ഞാൻ എക്സ് ഡിഫൈൻ ചെയ്യുന്നത് ശ്രദ്ധിക്കുക, റാൻഡം കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾ ഡിഫൈൻ ചെയ്യുന്നത് -3 ലെസ് ദാൻ ഓർ ഈക്വൽ ടു x ലെസ് ദാൻ ഓർ ഈക്വൽ ടു 9 എന്ന് പറയുന്ന റേഞ്ചിലാണ് ഞാൻ ഡിഫൈൻ ചെയ്തിട്ടുള്ളത് വിചാരിക്കും. എനിക്ക് കണ്ടുപിടിക്കേണ്ടത് പ്രോബബിലിറ്റി ഓഫ് x ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3 ആണെന്ന് കരുതിയാൽ ദാറ്റ് ഈസ് ഈക്വൽ ടു ഇന്റഗ്രൽ ഓവർ ഇവിടുത്തെ ലോവർ റേഞ്ച് എന്താ? -3 to 3 f of x dx ആയിരിക്കും. ഇനി ഇവിടെ 3ക്ക് പകരം 7 ആണെന്നുണ്ടെങ്കിലോ -3 to 7 f of x dx ആയിരിക്കും. ഇതിന്റെ ഉള്ളിലത്തെ ഇവിടം വരെ പോണോ അതുവരെ. ഇനിയിപ്പോ ഞാനിവിടെ x equal to -2 എന്നാണ് എടുത്തെന്ന് വിചാരിക്കുക. -3 കഴിഞ്ഞിട്ടല്ലേ -2 വരിക. സോ -3 to -2 f of x dx എന്ന് വരും. ഇതാണ് നമ്മൾ ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ ആയിട്ട് പറയുന്നത്. ഇനി ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷന്റെ 4 പ്രോപ്പർട്ടീസ് ഉണ്ട്, അത് നമുക്ക് അടുത്ത് പറയാം.